തന്റെ മനസ്സിൽ പറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ മുഖം ഒരു സ്കൾപ്ചറിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിലൂടെ ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കഥയിലെ ആ ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മൈക്കിൾ. ഇതിനുള്ള തെളിവുകളാണ് മൈക്കിളിന്റെ വാളറ്റിൽ നിന്ന് എഴുതിയ കാട്ടത്തിന്റെ കെമിക്കൽ സബ്സ്റ്റൻസ്. സംഭവം നടന്ന ദിവസവും അതിന്റെ തലേന്നും മൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴികൾ, ഇതിന് മുൻപും മൈക്കിൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ, പ്രതിയുടെ രൂപം സ്കൾപ്ചറിലൂടെ കാണിച്ച പെൺകുട്ടി, ഐഡന്റിഫിക്കേഷൻ പരേഡിൽ ശബ്ദത്തിലൂടെ സ്പർശനത്തിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞു. സംശയത്തിന്റെ ആനുകൂല്യത്തിന്റെ മറവിൽ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമം വിഫലമായി എന്നത് പരമാവധി. So it's a clear case of conviction. Prove beyond reasonable doubt. പ്രതിക്ക് ശിക്ഷ ലഭിക്കാതെ പോയ കാഴ്ചശക്തിയില്ലാത്ത ഈ പെൺകുട്ടി തന്റെ പരിമിതികളെ മറികടന്നു സ്വന്തം കൈകളെ കണ്ണുകളാണ് പ്രതിയെ സ്കൾപ്ചറിലൂടെ ഈ ലോകത്തിൽ മുന്നിലെത്തിക്കാൻ കാണിച്ച മനോധൈര്യത്തെയും അവരുടെ അതിജീവനത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. Hence, this honorable court may kindly give maximum punishment envisaged in the Indian Penal Code to this accused. Your Honor, verdict of guilt must be based on the evidence that leaves no room for the reasonable doubt. In this case, jury of alibi may have been valid. Is it beyond that? As the prosecutor said, സംശയത്തിന്റെ ആനുകൂല്യം വാങ്ങിപ്പോകാനല്ല, നിരപരാധിയാണെന്ന് ഡിക്ലെയർ ചെയ്യാനാണ് കേസ് നടത്തുന്നത്. Your Honor, there are absolutely no materials produced before the honorable court that connect this accused with the present crime. There are no medical and scientific evidence against the accused. Accusedന്റെ സംഭവ ലൊക്കേഷൻ, സാക്ഷിമൊഴികൾ എന്നിവയെല്ലാം accused സംഭവ ദിവസം, സംഭവ സമയം, സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. പിന്നെ ഈ സംഭവം നടന്നു എന്ന് പറയാനുള്ള ഒരു ഐഡിയ. That is also absent here. The victim is blind. Let the Lord have mercy. Your Honor, the court cannot convict the person based on assumptions and presumptions. It should be based on concrete evidence, and that evidence is also lacking here. കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടി ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് ഏതൊരു പ്രതിമ കൊണ്ടുവന്ന് ഈ വിളിച്ചുള്ള ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് പ്രതികൂട്ടിൽ നിർത്തിയിട്ടു. CW മുഹമ്മദ് വ്യക്തിയുടെ രണ്ടാം അച്ഛൻ ഒരു സ്ത്രീയുടെ കൾച്ചർ ആർട്ടിസ്റ്റാണെന്നുള്ളത് അയാളുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. We must consider the possibility that Muhammad could have created this culture on his own and presented it to the Furthermore, കാഴ്ചശക്തിയില്ലാത്ത ഈ വ്യക്തി ഒരു കൾച്ചർ ആർട്ടിസ്റ്റ് ആണെന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ബഹുമാനപ്പെട്ട കോടതിയിൽ നാം ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. As my learned colleague points out, ഈ വ്യക്തി ഒരു സ്ത്രീക്ക് ഡാൻസർ ആണ് പറഞ്ഞ മുടിയോട് വേദിപ്പിക്കുന്നതിനും വേണ്ട കണ്ടിട്ട് പറയാനല്ലോ ആണെന്ന് പ്രോസിക്യൂട്ടർ ഉദ്ദേശിക്കുന്നത്. The honorable court may kindly give a fair chance to demonstrate her skill. കോടതിയിൽ സമയം വെറുതെ കളയാം. ഇനി എന്ത് സംശയമാക്കിയാലും that cannot exist as evidence before the court. എന്തുപറ്റി മിസ്സസ് പൂർണ്ണിമയ്ക്കുള്ള സംശയമാണോ അവർ ഏത് കൾച്ചർ ആർട്ടിസ്റ്റാണെന്ന്? അതല്ല Your Honor. കോടതി ട്രയലും കഴിഞ്ഞ് ഫൈനൽ ഇയറിന് തയ്യാറായപ്പോൾ ഡെമോൺസ്ട്രേഷൻ കേസ് നൽകി പോലും ഇതൊക്കെ പ്രൊസീജിയറുമായി അവതരിക്കുന്നു. കലാകാരകളിൽ സത്യം തെളിയിക്കാനായി ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട കോടതികൾ എടുത്ത തീരുമാനങ്ങൾ പലതും ചരിത്രമായിട്ടുണ്ട്. ക്രൂരമായ ബലാത്സംഗത്തിനെതിരെ നിസ്സഹായായ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ ബഹുമാനപ്പെട്ട ഈ കോടതി അങ്ങനെ ഒരു ചരിത്രം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ Maybe it is unprivileged, but I feel it is essential. പക്ഷേ അതിന് മുമ്പ് വ്യക്തം റെഡിയാണോ എന്നറിയാം. അസാധാരണമായ യുവതികൾക്കാണ് ഇപ്പോൾ കോടതി സാക്ഷിയാവുന്നത്. വിചാരണ തീരുന്ന ഭാഗം പൂർത്തിയാകുന്ന ദിവസം ബാക്കി ഭാഗം പ്രതീക്ഷിക്കാത്ത നീക്കമാണ് നടത്തിയിരിക്കുന്നത്. മിസ്റ്റർ വിജയമോഹൻ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ കോടതി മുറിയിലിരിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ കുട്ടി ആ വ്യക്തിയുടെ മുഖം തൊട്ട് നോക്കി മുഖത്തിന്റെ സ്കൾപ്ചർ ചെയ്യും. Submission, Your Honor. Yes.
ആളെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കും. I think it's fair. Yes, you can choose. ക്രൈം നടന്നു എന്ന് പറയുന്നത് പോലുള്ള സിമിലർ അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഇത് നടക്കുന്നത്. ഐ മീൻ ഫിക്സ് ചെയ്യണം. അതുപോലെ ആളെ തൊട്ടറിയാൻ ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യണം. Okay. നാടിന് നടക്കിയ ഈ സംഭവത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച പ്രതിഭ ഇരയായ പെൺകുട്ടികളെ ഉണ്ടാക്കിയതാണെന്ന് വരട്ടെ വാർത്തകൾ പറയുകയായിരുന്നു. ഈ പ്രതിഭയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതി മരിച്ചതാണെന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. എന്നാൽ വിചാരണ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ കോടതി തന്നെ ഇരയായ പെൺകുട്ടിയോട് പ്രതിഭ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത്യന്തം വളരെയധികം നാളികമായ രംഗങ്ങളാണ് ഇപ്പോൾ കോടതി സാധ്യമായിട്ടുള്ളത്. പറയുന്നത് പോലെ ഒന്നുമില്ലെങ്കിലും എന്റെ ക്ലയന്റിനെ രക്ഷപ്പെടുത്താനല്ലേ ഞാനിരുന്നത്. എവിടെ വേണമെങ്കിലും തുടരും. സാറൊരു വാക്കുകൾ സെൻട്രിയോകുന്നത് പോലെ ഷാർപ്പാക്കി പറയൂ സാർ. ഏതോ ഒരു സ്ഥലം ജനിച്ചു, ഏതോ ഒരു സ്ഥലം തന്നേന്ന് വിളിച്ച് കണ്ണുകുട്ടിയായിട്ട് നടക്കുന്ന നിങ്ങൾ ഏതോ ഒരു സ്ഥലം വൈകും ചെയ്യും. എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വിജയമാക്കാൻ ആക്കരുത്. വല്ലാത്തൊരു ദുരിത ജന്മം തന്നെ അല്ലേ. നാളെ 5 ദിവസം ഓർമ്മയുണ്ട്.